നമസ്കാരം. ഇന്നത്തെ യാത്ര മണാലിയിലേക്കാണ്. മണാലിയിലെ സൊളാങ് വാലിയിലെ കാഴ്ചകളാണ്. ഒരു ഒഫീഷ്യൽ ആവശ്യത്തിനായിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഡൽഹിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അന്നേ ദിവസം ചെറിയൊരു 2 ദിവസത്തെ എക്സ്റ്റൻഷനും കൂടെ എടുത്ത് മണാലി കണ്ടേക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മണാലിയിലേക്ക് പോയ കാഴ്ചകളാണ്. മണാലിയിലേക്ക് പോയത് ഡൽഹിയിൽ നിന്നൊരു ടൂർ പാക്കേജ് എടുത്ത് മണാലിയിലേക്ക് രാത്രി ബസ്സിലാണ് പോയത്. ഉച്ചയാവുന്നതിന് മുമ്പ് തന്നെ മണാലിയിലെത്തി. ഡൽഹിയിലെ ടൂർ ഏജൻറ്റിന് മണാലിയിലുള്ള ഓപ്പറേറ്ററിനെ അറിയ പോലുമില്ല. അവർ ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ടൊരു പരിമിതിയുള്ളത് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അന്നേ നേരം നമ്മൾ അടുത്ത ബസ്സിലേക്ക് കയറി. ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്തിരുന്ന ബസ്സിലെ ആളുകൾ പുതിയ ബസ്സിലെ കണ്ടക്ടറോടോ മറ്റേ ഡ്രൈവറോടോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതും ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വന്നു. പിന്നെ ഈ ടൂർ ഏജൻസിയിൽ നിന്ന് ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ട് 1-2 ആഴ്ച എടുത്തു. പൊതുവെ മണാലിയിൽ ഹോട്ടലുകളൊന്നും അത്ര വിലയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഹോട്ടലാണ് കിട്ടിയത്. ഒരു പുഴയരികിലെ ഹോട്ടലായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളും ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ അന്നേ ദിവസം റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എന്ന് വെച്ചാൽ മണാലിയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാം ആക്റ്റീവ് ആവുക. 10 മണിയോടുകൂടി ഞങ്ങൾ സൊളാങ് വാലിയിലേക്ക് യാത്രയായി. റോഡരികിൽ മഞ്ഞ് വീണ് കിടക്കുന്ന പാതയും മരങ്ങളൊക്കെ ആയിട്ട് ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. പിന്നീട് നേരെ സൊളാങ് വാലിയിൽ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നോടിയായിട്ട് വണ്ടി പോവില്ല എന്നുള്ളൊരു കണ്ടീഷൻ എത്തി. പിന്നീട് ഒരു 4 വീൽ ഡ്രൈവ് ജീപ്പിലാണ് പോയത്. അതിനുവേണ്ടി സെപ്പറേറ്റ് 4000 രൂപയോളം ചിലവായി കേട്ടോ. അതിനുശേഷം സൊളാങ് വാലിയിലെത്തി. സൊളാങ് വാലി എന്നുള്ളത് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു താഴ്വാരമാണ്. ഒരു മലയുടെ താഴ്വാരത്തൊരു പരന്ന മൈതാനത്ത് മഞ്ഞ് മൂടി കിടക്കുന്നു. താഴ്വാരത്തിൽ നിന്ന് തന്നെ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചുറ്റിലും മരങ്ങൾ മഞ്ഞ് മുങ്ങി കിടക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. സൊളാങ് വാലിയിൽ കുറേയധികം ആക്ടിവിറ്റീസിന് സാധ്യതയുണ്ട്. ഇവിടെ സ്നോ സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ സ്കീയിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ പോയ സമയത്ത് സ്കീയിങ് ഒന്നും കണ്ടില്ല. അതുപോലെ സ്നോ സ്കൂട്ടറും കണ്ടിട്ടില്ല. റോപ്പ് വേ ഉണ്ടായിരുന്നു. ഞാൻ റോപ്പ് വേയിൽ കയറിയില്ല. പക്ഷേ എൻ്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പാരാഗ്ലൈഡിങ് നടത്തണം എന്നുണ്ടായിരുന്നു. അത് ഇന്ന് സാധ്യമായി. സൊളാങ് വാലിയിലെ മഞ്ഞിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് വേണം പറയാൻ. കാര്യം അത്ര പരിചയമുള്ള ഒരു ഭൂപ്രകൃതിയോ പരിചയമുള്ള ഒരു കാലാവസ്ഥയോ ഒന്നും അല്ലായിരുന്നെങ്കിൽ തന്നെയും വളരെ സന്തോഷം തോന്നിയായിരുന്നു ഇങ്ങനെയുള്ള ക്ലൈമറ്റിൽ ഒന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ. മണാലിയിൽ വരുന്ന സന്ദർശകരോട് പറയാനുള്ളത് ഇവിടെ അല്പം തട്ടിപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. കാര്യം എന്താ വെച്ചാൽ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് 2000 രൂപയാണ് ഞങ്ങളോട് ആദ്യമായിട്ട് ഒരു പാരാഗ്ലൈഡിങ് നടത്തുന്ന ഒരാൾ ചോദിച്ചത്. പക്ഷേ പാരാഗ്ലൈഡിങ് എല്ലാം കഴിഞ്ഞ് താഴെ വന്ന് നോക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറെല്ലാം പൂട്ടി വെച്ചേക്കുകയാണ്. എങ്കിൽ തന്നെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് 1000 രൂപയാണ്. അതുപോലെയുള്ള പലതരത്തിലുള്ള തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ ഈ ഭൂപ്രകൃതി നന്നായിട്ട് ആസ്വദിച്ചു എന്ന് വേണം പറയാൻ. പ്രായം മറന്ന് കളിച്ചു എന്ന് തന്നെ പറയാം. മഞ്ഞുവാരി കളിക്കലും അങ്ങനെ രസകരമായിരുന്നു. ആ ഓർമ്മകൾ ആരും മറക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ മഞ്ഞിലിടുന്ന വസ്ത്രങ്ങൾക്കും അതുപോലെ ഷൂസിനൊക്കെ ആയിട്ട് ഇവിടെ പ്രത്യേകം കൗണ്ടറുകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങളുടെ കയ്യിലുള്ള ഷൂസ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഷൂസിനകത്തുകൂടെ തണുപ്പ് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കെ തന്നെ മഞ്ഞ് വീഴ്ച ഉണ്ടായി. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മഞ്ഞ് വീഴുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ പല ആളുകളും ഈ പാരാഗ്ലൈഡിങ്ങിൽ വന്നിറങ്ങുന്നത് കണ്ടു. മനോഹരമായിട്ട് തോന്നിയായിരുന്നു കാഴ്ച. പിന്നീട് 2000 രൂപ കൊടുത്ത് ഞങ്ങളും പാരാഗ്ലൈഡിങ് എല്ലാം ചെയ്തായിരുന്നു. മനോഹരമായിരുന്നു. ആ എക്സ്പീരിയൻസ് വളരെ ഭംഗിയുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തരുന്നതായിരുന്നു. ഈ പരന്ന് വീണ് കിടക്കുന്ന മഞ്ഞിനകത്ത് അപകടങ്ങളും ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൊളാങ് വാലിയിൽ അരികിലായിട്ട് പല ഭാഗങ്ങളിലും കരിങ്കല്ലുകളുണ്ട്. ആ കരിങ്കല്ലുകൾക്ക് മുകളിൽ മഞ്ഞ് വീണിട്ട് ആ മഞ്ഞ് കാണുമ്പോൾ നമ്മളൊരു ചെറിയ കുന്നാണെന്ന് വിചാരിച്ച് ചവിട്ടുന്ന നേരത്ത് അത് കരിങ്കല്ലായിരിക്കും. അതുപോലെ തന്നെ തട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ മണാലിയിലേക്ക് യാത്ര വരുന്നവരെ ഒരു നല്ല കട്ടിയുള്ള ബാഗ് കരുതുന്നത് നല്ലതായിരിക്കും. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൊബൈലും ക്യാമറയൊക്കെ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് തകരാറ് കാണിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മൊബൈൽ തകരാറ് കാണിച്ചിരുന്നു. മഞ്ഞ് വീഴ്ച ശക്തമായതോടുകൂടി ഈ ഹുക്ക വിൽപ്പനക്കാരും അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ആക്റ്റീവായി. പക്ഷേ ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ ആളുകൾക്ക് മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെയും കൊണ്ട് ഓടേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഈ
മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഒരുപാട് വെയിറ്റുള്ള ആളുകളെയും കൊണ്ട് അവർ പാരാഗ്ലൈഡിങ് നടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെയും കൊണ്ട് ഓടേണ്ടതായിട്ട് വരുവാണെങ്കിൽ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് അല്പം വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ മഞ്ഞ് വീണ മൈതാനത്തിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടുള്ള കുന്നിൻ്റെ പുറത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ നടന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂറോളം സമയമെടുക്കും. പക്ഷേ ഇവിടുത്തുകാരും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ആളുകളും ഒക്കെ ഉണ്ടല്ലോ, അവർ വളരെ സിമ്പിളായിട്ട് നടന്ന് കയറും. പിന്നെ ഇത് നടന്ന് കയറുന്നതിലും വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഷൂസ് ഇട്ടിട്ട് കയറുന്ന സമയങ്ങളിൽ ഇത് സ്ഥിരമായിട്ട് നടന്ന വഴികളിൽ കൂടെ നടക്കുമ്പോൾ അവിടെയുള്ള മഞ്ഞ് ബലം പിടിച്ചിട്ടുണ്ട്. അത് ഐസ് പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നടന്ന് കയറുന്നതിനനുസരിച്ച് വഴുക്കലുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ. അതും ഒരു ബുദ്ധിമുട്ടാണ്. ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആൾ ഇവിടെ കണ്ട സുഹൃത്തൊന്നുമല്ല, നമ്മുടെ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻ്റാണ്. ആൾ പാരാഗ്ലൈഡിങ് നടത്തുന്ന ഒരാളാണ്. ആൾ നമ്മളെ പറഞ്ഞു പറ്റിച്ച ശേഷം കെട്ടിപ്പിടിച്ചതാണ് കാണുന്നത്. പിന്നീട് ഈ മഞ്ഞ ഉടുപ്പിട്ട് മുന്നോട്ടോടിയ ആളാണ് അടുത്ത കമ്പനിക്കാരൻ. അങ്ങനെ പലരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മഞ്ഞിൽ ഒരു ചെറിയ ഷീൽഡ് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സൊലാങ് വാലി ഡേറ്റും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു സാധനം. അതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ അവിടെ പൈസ എഴുതി വെച്ചിട്ടുണ്ട്. 50 രൂപ, 100 രൂപ എന്നിങ്ങനെ പൈസ നിരക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സന്ദർശകരായിട്ട് വന്നിട്ടുള്ള ആളുകൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള പല റൈഡുകൾ ഇവിടെയുണ്ട്. അതായത് ടവലിൽ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്ന തരത്തിലുള്ള റൈഡുകൾ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത്തരം റൈഡുകളൊക്കെ. സൊലാങ് വാലി ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ മണാലിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബിയാസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വാലി ഹിമാലയൻ മലനിരകളുടെ ഇടയിൽ പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലമായിട്ടാണ് പുസ്തകങ്ങളിലൊക്കെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം 2560 മീറ്ററാണ്. അതായത് അടി പറയുകയാണെങ്കിൽ 8400 അടി. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ സൊലാങ് വാലി മഞ്ഞിൽ മൂടിയാണ് ഉണ്ടാവുക. ബാക്കിയുള്ള സമയങ്ങളിൽ പച്ചപ്പുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഉള്ളത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞ് മൂടി കിടക്കുന്ന കാലമായതുകൊണ്ട് അവിടെ സ്കീയിങ്ങിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിന് വേണ്ടി കുന്ന് കയറി ഞാൻ മുകളിലെത്തിയപ്പോൾ ഇൻസ്ട്രക്ടർ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ: സ്പീഡിൽ ഓടണം എന്നുള്ളത്. നമ്മൾ ഓടുന്നതിൻ്റെ വേഗതയിലാണ് ഈ പാരച്യൂട്ട് പൊങ്ങേണ്ടതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിൽ ഓടി വേഗത്തിൽ തന്നെ പാരച്യൂട്ട് നിവർന്നില്ല എങ്കിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ട് പാരച്യൂട്ട് പൊങ്ങേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പാരാഗ്ലൈഡിംഗ് ആണ് മണാലിയിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഭവം ഈ പാരാഗ്ലൈഡിംഗ് ആണ്. അതുപോലെ തന്നെ അതിനകമ്പടിയായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. വലിയ രസമായിരുന്നു ആ യാത്ര. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തുള്ള കാഴ്ചകൾ ചെറിയ ചെറിയ മനുഷ്യരെയായിട്ട് കാണാനും കഴിയുന്നുണ്ടായിരുന്നു. വലിയ രസമായിട്ട് തോന്നി. ഏകദേശം ഒരു 1-1.5 മിനിറ്റേ ഉള്ളൂ ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ യാത്ര. അപ്പോഴേക്കും തന്നെ നമ്മൾ താഴെ എത്തും. പാരാഗ്ലൈഡിങ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഓടിയതല്ലാതെ പിന്നീട് നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. എൻജോയ് ചെയ്താൽ മാത്രം മതി. പിന്നീട് ഏറ്റവും അവസാനം നമ്മൾ വാലിയുടെ താഴത്ത് ഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങാൻ നേരത്ത് ഇത് ഉരുതി ഇറങ്ങുകയാണ് ചെയ്യാറ്. യഥാർത്ഥത്തിൽ ഈ പാരാഗ്ലൈഡ് നിയന്ത്രിക്കുന്നത് ഈ ഓപ്പറേറ്ററാണ്. അല്ലാതെ നമുക്കതിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മുഴുവനായിട്ടും അവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് വെയിറ്റ് കൂടിയ ആളുകൾ ഓടിയില്ല എങ്കിൽ ഉണ്ടാവുന്ന അപകടം കൊണ്ടും, അതുപോലെ തന്നെ ഉരുത്തി ഇറങ്ങുന്ന സമയത്ത് ഈ വെയിറ്റുള്ള ആളുകൾ മുമ്പിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് അവർ നീങ്ങിയിട്ടില്ല എങ്കിലും ഒക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വെയിറ്റ് കൂടിയ ആളുകളെ സെലക്ട് ചെയ്യാത്തത്. ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ യാത്രാ സമയത്തുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തത് അവരുടെ ഗോപ്രോയിൽ തന്നെയാണ് കേട്ടോ. അതിന് നമ്മൾ പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട. ഈ പാക്കേജിൻ്റെ ഭാഗമാണ് ഈ 2000 രൂപ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയ 2000 രൂപയുടെ ഭാഗമാണ് ഈ വീഡിയോ ക്യാപ്ചറിങ്ങും നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതൊക്കെ. ഞങ്ങൾ ഈ പാരാഗ്ലൈഡിങ് കഴിഞ്ഞപ്പോൾ അധിക സമയം അവിടെ നിന്നില്ല. കാര്യം എന്താ വെച്ചാൽ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുവീഴ്ച തുടങ്ങിയപ്പോൾ പാരാഗ്ലൈഡിങ്ങിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇനി ഇതുപോലെ തന്നെ മഞ്ഞുവീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് മടങ്ങി. ഒരുപക്ഷെ അത് നല്ലൊരു തീരുമാനമായിരുന്നു. മണാലിയിലെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരാഗ്ലൈഡിങ് ആയിരുന്നു. പാരാഗ്ലൈഡിങ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതൊരു വലിയൊരു മോഹമായിരുന്നു. അതങ്ങനെ ഈ യാത്രയിൽ നടന്നു. പിന്നെ ഇങ്ങനെ ചില വീഡിയോസും. സൊലാങ് വാലി കാണാനായിട്ട് ഞങ്ങൾ ഫെബ്രുവരി 20-ാം തീയതിയാണ് പോകുന്നത്. അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഡൽഹിയിലേക്ക് മടക്കുകയും ചെയ്തു. ഒരുപക്ഷെ അത് നല്ലൊരു തീരുമാനമായി എന്ന് വേണം പറയാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21-ാം തീയതിയിൽ അതിശക്തമായ മഴയുണ്ടാവുകയും റോഡ് ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു പക്ഷേ അവിടെ പെട്ടുപോയേനെ.
മണാലിയിലെ ഒന്നാം ദിവസത്തെ കാഴ്ച എന്തായിരുന്നു വെച്ചാൽ ഹിഡുംബ ദേവിയുടെ ക്ഷേത്രം മാത്രമായിരുന്നു. ഹിഡുംബ ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരത കഥയിൽ ഭീമസേനൻ്റെ ഭാര്യയാണ് ഹിഡുംബ ദേവി. ഹിഡുംബ ദേവിക്ക് 1553 രാജാ ഭഗത് സിംഗ് ഇവിടെ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. ക്ഷേത്രത്തിന് വലിയൊരു ശില്പഭംഗി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 4 തട്ടുകളിലായിട്ട് മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം നിർമ്മിതിയാണ്. ഈ ക്ഷേത്രം നിൽക്കുന്നത് ഒരു പൈൻമരക്കാട്ടിനകത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രം പകുതി മണ്ണിലും പകുതി കല്ലിലും ഒക്കെ ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ പഗോഡ വാസ്തുവിദ്യാ ശൈലി എന്നാണ് പറയുക. ഒരു വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഹിഡുംബ ദേവിയുടെ ഈ ക്ഷേത്രം നിൽക്കുന്നത് മണാലി ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ്. അതുപോലെ തന്നെ മെയ് മാസത്തിലാണ് ഹിഡുംബ ദേവിയുടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവാറ്. അന്നേ ദിവസം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെ ആയുധങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരിക. അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ഹിഡുംബ ദേവി എന്ന് പറയുന്നത് നമ്മുടെ കടോൽഖജൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായിട്ടാണ് മഹാഭാരതത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ വഴിയരികിലായിട്ട് ഒരുപാടധികം കച്ചവടക്കാരും അതുപോലെ യാക്കും ഒക്കെ ഉണ്ട്. യാക്കിൻ്റെ പുറത്തിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഇത്രയും കാഴ്ചകളോടുകൂടി മണാലി യാത്ര അവസാനിക്കുന്നു. താങ്ക്